ഹലോ. റീസെൻ്റ്ലി ഞാൻ ചെയ്ത 1-2 വീഡിയോസിന് താഴെ എനിക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഹോം ടൂർ ചെയ്യാമോ, ഗാർഡൻ സെപ്പറേറ്റ് കാണിച്ചു തരാമോ എന്നൊക്കെ. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചവരും കുറേ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഗാർഡൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഗാർഡൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് കുറേശ്ശെ കൂട്ടിക്കൊണ്ട് വരുന്നതേ ഉള്ളേ. ഇങ്ങനെ ബോർഡർ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നഴ്സറിയിൽ നല്ല വാങ്ങിച്ചത്. മറിച്ച് ഓരോരുത്തർന്നൊക്കെ ഞാൻ ഇതിൻ്റെ മദർ പ്ലാന്റ് കൊണ്ടുവന്ന ഒരു ചട്ടിക്കകത്ത് നട്ട് അത് ഒരുപാട് സ്പ്രെഡാക്കി അത് ഒടിച്ച് കുത്തി നട്ട് ഉണ്ടാക്കിയെടുത്തതാണേ. പക്ഷേ കലാത്തിയാലൂത്തിയ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ചെറു തയ്യായിരുന്നപ്പോൾ വാങ്ങിച്ചതാണ്. അന്ന് ഇതിന് 150 രൂപയായിരുന്നു. പക്ഷെ ഞാൻ കൊണ്ടുവച്ച് നട്ട് നന്നായിട്ട് കിളുത്ത് ആ ഒരു ഏരിയ മൊത്തം അത് കവർ ചെയ്തിട്ടുണ്ട്. ബോർഡർ സെറ്റ് ചെയ്യാൻ പറ്റിയ മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇത്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല തിക്കായിട്ട് ഉണ്ടാവുകയും ചെയ്യും. മുൻവശത്തുള്ള സിറ്റ് ഔട്ടിൽ ഈ ഒരു പ്ലാന്റ് വെച്ച് ബോർഡർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പിബിൾസും കൂടി ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ചട്ടിക്കകത്ത് നട്ടിട്ട് അതിൽ നിന്ന് ഒടിച്ച് ചെറിയ തണ്ടുകൾ കുത്തി ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ അത്രയും പ്ലാന്റ്സ്. ഈ വോളിനോട് ചേർന്ന് നമ്മളൊരു ചെറിയ വോക്ക് വേ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നട്ടിരിക്കുന്ന ഹെലിക്കോണിയ പ്ലാന്റും പിന്നെ കുറച്ച് ബിഗോണിയ വെറൈറ്റിയും ഒക്കെ ഞാനിവിടെ ചട്ടിയിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. ഈ ഹെലിക്കോണിയ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു വലിയ കഥയാണ്. നഴ്സറിയിൽ ചോദിച്ചപ്പോൾ ഏകദേശം നല്ലൊരു റേറ്റ് പറഞ്ഞു ഒരു തൈക്ക്. ഈ ഒരു ഏരിയ മൊത്തം സെറ്റ് ചെയ്യാനായിട്ട് ഏകദേശം നല്ലൊരു എമൗണ്ട് വന്നേനെ. അങ്ങനെ ഞാനും ശരത്തേനും ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പം ഒരു റബ്ബറും തോട്ടത്തിൽ ഇത് കാട് പോലെ ഉണ്ടായി കിടക്കുന്നു. അവിടുത്തെ ആളോട് ചെന്ന് ചോദിച്ചപ്പം എന്തേരം വേണേലും പറിച്ചുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അപ്പം തന്നെ വണ്ടിയും കൊണ്ടുപോയി പറിച്ചുകൊണ്ട് വന്ന് സെറ്റ് ചെയ്തതാണ് കേട്ടോ ആ ഒരു വാക്ക് വേയിൽ നിൽക്കുന്ന ഹെലിക്കോണിയ മുഴുവനും. പിന്നെ ഇതേ കാണുന്ന ഈ ഒരു ഏരിയ കണ്ടോ, ഇത് വീടിൻ്റെ ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അതായത് മുകളിലത്തെ റോഡിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഇതാണ്. അതുകൊണ്ട് ഏറ്റവും ഭംഗിയൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ച ഒരു ഏരിയ ആണ് ഇത്. നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന. ബോഗൻവില്ല, ക്യാറ്റ്സ് ക്ലോ, അങ്ങനെ നല്ല വെയിൽ വേണ്ട ഒരുമാതിരിപ്പെട്ട ചെടികളെല്ലാം ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മതിലെ കൂടെ ഉണ്ടല്ലോ ക്ലൈംബിംഗ് ഫിഗ് അല്ലെങ്കിൽ ക്രീപ്പിംഗ് ഫിഗ് ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയറി പോകാനായിട്ട്. പക്ഷെ അതങ്ങ് പിടിച്ച് കയറുന്നില്ല. ഇപ്പോഴത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കട്ടൺ പ്ലാന്റ് തൂക്കിയിടാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. എല്ലാം ഇനി പയ്യെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നല്ല റെഡ് കളറിൽ പൂവൊക്കെ ഉണ്ടാവും. നല്ല വെയിലും നല്ല വെള്ളവും കൊടുത്താൽ മതി, നന്നായിട്ടുണ്ടാവും. അങ്ങനെ വീടിൻ്റെ 3 ഏരിയയും കവർ ചെയ്ത് 4ാമത്തെ ഏരിയ ആണ് അടുക്കള വശമാണിത്. ഇവിടെ ഞാൻ കുറച്ച് മുരിങ്ങയും മെലസ്റ്റോമിയും ഒക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചെറിയ പച്ചക്കറി തൈകളും എല്ലാം ഞാൻ ഇവിടെയാണ് നടുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം ഇവിടെയൊക്കെ നല്ല ഫ്രൂട്ട്സിന് പ്ലാന്റ്സും കൂടെ നട്ടുവെച്ച് കൊടുക്കാനായിട്ട്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ. ഇനി മുകളിൽ കാർപോർച്ചിൻ്റെ ഏരിയയിലും ബാൽക്കണിയിലും ഒക്കെ ഞാൻ ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗാർഡനിലെ ഓരോ ചെടികളും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ ഒരുപാട് സ്നേഹം കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് എന്തൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഈ ചെടികൾ നനയ്ക്കാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ വളം കൊടുക്കാൻ മറന്നു പോവുകയോ ഒന്നും ചെയ്യാറില്ലേ. കാരണം ഓരോന്നിൻ്റെ വില എത്ര മാത്രമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മുകളിലത്തെ നിലയിലെ ഗാർഡൻ്റെ വീഡിയോ പാർട്ട് 2 ആയിട്ട് ചെയ്യാമേ വേണമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.